ഓഗസ്റ്റ് 23 അമേരിക്കൻ വൻകരയിൽ നിന്ന് വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ വ്യക്തിയായിരുന്നു ലീമായിലെ വിശുദ്ധ റോസ. തെക്കേ അമേരിക്കയിലെ പെറു എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ ലീമായിലായിരുന്നു സാമാന്യം ദരിദ്രമായൊരു കുടുംബത്തിൽ റോസ 1586 ജനിക്കാനിട വന്നത്. അവളുടെ മാമോദിസ പേര് ഇസ്ബല്ല എന്നായിരുന്നു എന്നുവരികിലും കുട്ടിയുടെ ആകർഷണീയത്വവും സൗന്ദര്യ തികവും കണ്ട് നാട്ടുകാരാണ് ആ കുട്ടിക്ക് റോസ എന്ന പേര് കൊടുത്തത്. അത്രയേറെ ആകർഷണീയമായിട്ടുള്ള ഒരു ബാഹ്യരൂപമായിരുന്നു ആ കുട്ടിക്കുണ്ടായിരുന്നത്. ആ കുട്ടി ബാല്യം മുതലേ തന്നെ അതീവ ക്ഷമയും അതിലേറെ സഹനശക്തിയും കാണിച്ചു വരാനിട വന്നു. കുടുംബത്തിൽ ദാരിദ്ര്യത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കാനിട വന്നപ്പോൾ അവൾ അയൽവക്കത്തുള്ള വീട്ടുജോലിക്കും തോട്ടപ്പണിക്കുമായിട്ട് ഇറങ്ങുകയും വീട്ടുകാരെ സംരക്ഷിക്കുന്നതിനുള്ള ചുമതല അവൾ ഏറ്റെടുക്കാനിട വന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. അവളുടെ മാതൃക സിയന്നായിലെ വിശുദ്ധ കത്രീനയായിരുന്നു. കത്രീന പുണ്യവതി യഥാർത്ഥത്തിൽ വിസ്മയം തോന്നാവുന്ന രീതിയിലാണ് സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനിട വന്നത്. റോസ അത്രയും വിസ്മയകരമായിട്ടുള്ള അനുഭവങ്ങളിലൊന്നും ഇടപെട്ട് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വരികിലും ആ കുട്ടിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ തന്നെ വിരിയിച്ചെടുക്കാൻ ആ കുട്ടിക്ക് സാധിച്ചു. കുട്ടിയുടെ ബാഹ്യരൂപം, സൗന്ദര്യ രൂപം കണ്ട് പലരും പലതരം പ്രലോഭനങ്ങളായിട്ട് ആ കുട്ടിയെ സമീപിക്കുകയുണ്ടായി. തന്റെ പ്രലോഭനത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ലായിരുന്നു ആ കുട്ടിയുടെ ഉദ്ദേശം ആയിരിക്കെ തന്റെ സൗന്ദര്യം വിരൂപമാക്കാൻ വേണ്ടിയുള്ള പല പരിശ്രമങ്ങളും ആ കുട്ടി ജീവിതത്തിൽ എടുക്കാനിടവന്നതായിട്ട് നാം വായിക്കുന്നു. യുവത്വത്തിലേക്ക് പ്രവേശിച്ച റോസ ഉറച്ചൊരു തീരുമാനം ഉൾക്കൊള്ളുകയാണ്. കുടുംബജീവിതമല്ല തനിക്കായി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. നിത്യം കന്യകയായി ഒരു സന്യാസ ജീവിതത്തിലേക്കാണ് താൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്താല് ആ കുട്ടി വീട്ടുവളപ്പിൽ ഒരു പർണശാല കെട്ടിയുണ്ടാക്കുകയും അതിൽ ഏകാന്തവാസം കഴിക്കാനിടവന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവരുടെ ഇടയിലേക്ക് ഉയർത്തപ്പെട്ട മറിയം ത്രേസ്യ അമ്മയും ഇങ്ങനെ സ്വന്തം വീടിന്റെ മുറ്റത്ത് തന്നെ ഒരു ചെറു മുറി തീർത്ത് അതിൽ ഏകാന്തവാസം നയിച്ചിരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഡൊമിനിക്കൻ മൂന്നാം സഭയുടെ നിയമങ്ങളായിരുന്നു ഒരു വിധത്തിൽ അങ്ങനെ തനിച്ചുള്ള ആ ഏകാന്തവാസവും പ്രാർത്ഥനയും ഒക്കെയായിട്ട് കഴിച്ചിരുന്ന അവസരത്തിൽ റോസ വ്യക്തിപരമായ രീതിയിൽ അനുഷ്ഠിക്കാനിട വന്നത്. ഒരുപാട് അസുഖങ്ങൾ ആ കുട്ടിയെ തേടിയെത്തി. ദാരിദ്ര്യമായിട്ടുള്ള ചുറ്റുപാട്, ശരീരത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. വേണ്ട വിധത്തിൽ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകുമ്പോൾ തന്നെ അത് ആശയടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപവാസത്തിന്റെ പേരിൽ പല ഭക്ഷണവും ഉപേക്ഷിക്കുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലെ ആ കുട്ടിയുടെ ആരോഗ്യം തന്നെ ക്ഷയിക്കാനിട വരുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും സഹനത്തിന്റെ ആ ജീവിത പാതയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ കുട്ടി ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത്: കർത്താവേ, എനിക്ക് കൂടുതൽ കൂടുതൽ സഹിക്കാൻ അവസരം തരിക, അതോടൊപ്പം അത് ഉൾക്കൊള്ളാനുള്ള സഹനശക്തിയും എനിക്ക് നീ തരണം. നോക്കണേ, സാധാരണ മനുഷ്യരെ സഹനത്തെ തള്ളിപ്പറയാൻ വെമ്പൽ കാണിക്കുമ്പോൾ ഈ യുവതിയായിട്ടുള്ള ഈ പെൺകുട്ടി കൂടുതൽ കൂടുതൽ സഹിക്കുന്നതിനുള്ള അവസരം തരണമേ എന്നായിരുന്നു പ്രാർത്ഥനയുടെ മുഖ്യ വിഷയം. അവിടെ തന്നെ എന്തോ ഒരു പ്രത്യേകത ആ കുട്ടിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അധിക നാള് ജീവിക്കാൻ ദൈവം ആ കുട്ടിയെ ലോകത്തിൽ അനുവദിച്ചില്ല. 31 വയസ്സിൽ 1617 ഓഗസ്റ്റ് മാസം 24 ആ കുട്ടി ലോകവാസം വെടിയുന്നത്. 1671 10 ക്ലെമന്റ് മാർപ്പാപ്പ ആ കുട്ടിയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് വരുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എവിടെയൊക്കെ പോയി, എത്രയോ സംഘാടന വൈഭവം കാണിച്ചു എന്നതിനേക്കാളൊക്കെ ജീവിക്കാൻ വേണ്ടി ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് അവസരത്തിനനുസരിച്ച് ഫലപ്രദമായി ജീവിതത്തെ ക്രമീകരിക്കാൻ ഇടവരിക,
അത് ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി നടത്താൻ ഇടവരിക. ദൈവം അതേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ള വലിയൊരു സന്ദേശം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ലീമായിലെ വിശുദ്ധ റോസ് നമുക്ക് നൽകുന്നതായിട്ട് കരുതാം.